പണ്ട് കുന്നുകളാൽ ചുറ്റപ്പെട്ട ശാന്തമായ ഒരു ഗ്രാമത്തിൽ രാജൻ എന്ന ഒരു കർഷകൻ താമസിച്ചിരുന്നു. കഠിനാധ്വാനത്തിനും അദ്ദേഹം കൃഷി ചെയ്ത പച്ചപ്പ് നിറഞ്ഞ വയലുകൾക്കും അദ്ദേഹം ദൂരവ്യാപകമായി അറിയപ്പെടുന്നു. മണ്ണിന്റെ രഹസ്യങ്ങളും പ്രാധാന്യവും പഠിപ്പിച്ച പിതാവിൽ നിന്നാണ് രാജന് ഭൂമി ലഭിച്ചത്. എന്നും രാവിലെ സൂര്യോദയത്തിനു മുമ്പ് രാജൻ ഉണർന്ന് പ്രാർത്ഥന നടത്തി തന്റെ പറമ്പിലേക്ക് പോകും. വയലുകളായിരുന്നു അവന്റെ ലോകം. അവിടെ ഗോതമ്പും ധാന്യങ്ങളും പച്ചക്കറികളും നിറഞ്ഞതായിരുന്നു. കൃഷി എന്നത് ആവശ്യപ്പെടുന്ന ജോലിയാണെങ്കിലും പ്രകൃതിയുടെ ചെറിയ അത്ഭുതങ്ങളിൽ രാജൻ സന്തോഷം കണ്ടെത്തി. ഒരു വിത്തിന്റെ ആദ്യ മുള, മഴയുടെ സാന്ത്വനമായ ശബ്ദം, അതിരാവിലെ പക്ഷികളുടെ ചിലവിതെല്ലാം അദ്ദേഹം ആസ്വദിച്ചിരുന്നു. ഒരു വർഷം ദുരന്തം സംഭവിച്ചു. കഠിനമായ വരൾച്ച ഭൂമിയെ വരണ്ടുണക്കി. അവന്റെ വയലുകൾ നനച്ച നദി വറ്റിപ്പോയി. കൃഷികൾ കരിഞ്ഞുണങ്ങി. രാജന്റെ സമൃദ്ധമായ വയലുകൾ തരിശായി. അവന്റെ അയൽക്കാരും തകർന്നു. പലരും മറ്റെവിടെയെങ്കിലും ജോലി തേടി ഗ്രാമം വിടാൻ തീരുമാനിച്ചു. എന്നാൽ രാജൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. മണ്ണ് ഒരിക്കലും കാരുണ്യത്തെ മറക്കില്ല. നിങ്ങൾ അതിനെ വളർത്തിയാൽ അത് സമൃദ്ധമായി പ്രതിഫലം നൽകും എന്ന അച്ഛന്റെ വാക്കുകൾ അവൻ ഓർത്തു. പ്രചോദനം ഉൾക്കൊണ്ട് അവൻ ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. അവൻ തന്റെ വിലയേറിയ കാളയെ വിറ്റ് ഒരു വെള്ളം പമ്പ് വാങ്ങുകയും തന്റെ വയലിന്റെ മധ്യത്തിൽ ഒരു ആഴത്തിലുള്ള കിണർ കുഴിക്കുകയും ചെയ്തു. ഇത് നട്ടെല്ലൊടിക്കുന്ന ജോലിയായിരുന്നു. പക്ഷേ പ്രതീക്ഷയും നിശ്ചയദാർഢ്യവും കൊണ്ട് അദ്ദേഹം തുടർന്നു. വെള്ളം കയറി. രാജൻ വീണ്ടും വയലിൽ നനക്കാൻ തുടങ്ങി. പതിയെ ജീവിതം അവന്റെ കൃഷിയിടത്തിലേക്ക് തിരിച്ചുവന്നു. ഒരിക്കൽ ഉണങ്ങിയ ഭൂമി പച്ചയായി. വിളകൾ തഴച്ചു വളരാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വിജയം കണ്ട് ഗ്രാമത്തിലെ മറ്റ് കർഷകർ പ്രതീക്ഷ കൈവരിച്ചു. രാജന്റെ ചെറുത്തുനിൽപ്പ് തന്റെ കൃഷിയെ രക്ഷിക്കുക മാത്രമല്ല ഗ്രാമത്തെയാകെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. ഒരു കാലത്ത് ആളൊഴിഞ്ഞ പാട്ടങ്ങൾ ഇന്ന് പ്രവർത്തനവും ചിരിയും കൊണ്ട് സജീവമായിരുന്നു. ഗ്രാമവാസികൾ രാജനെ വീരപുരുഷനായി കൊണ്ടാടിയെങ്കിലും ഞങ്ങളല്ല, ഭൂമിയും ഞങ്ങളുടെ കൂട്ടായ പ്രയത്നവുമാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ജീവൻ തിരികെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം വിനയം പാലിച്ചു. അന്നുമുതൽ ഗ്രാമം സന്തോഷത്തിലായി. കഠിനാധ്വാനവും വിശ്വാസവും ഉണ്ടെങ്കിൽ കഠിനമായ വെല്ലുവിളികളെപ്പോലും മറികടക്കാൻ കഴിയുമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് രാജന്റെ കഥ സ്ഥിരോത്സാഹത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായി മാറി.